ഇന്നലെ നിർത്തിയോർത്തുനിന്ന് നമുക്ക് തുടങ്ങിയാലോ? ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂങ്കാവനം തന്നെ കിട്ടിയെന്ന് പറയില്ലേ, അതായിരുന്നു എന്റെ അവസ്ഥ. ആരൊക്കെ ഞാൻ ഈ പരിപാടിക്ക് വേണമെന്ന് ആഗ്രഹിച്ചോ അവരെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡെക്കറേഷനും ഒപ്പം ഈ ഒരു ക്യാപ്ഷനും ഹിയർ കംസ് ദ സൺ, ഇതും കൂടെ ആയപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. സ്നേഹിക്കാൻ നമുക്ക് ആൾക്കാരുണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് അല്ലേ? എന്നാൽ നമ്മളെ തിരിച്ച് സ്നേഹിക്കാനും കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവുക എന്നുള്ളത് അതിലേറെ ഭാഗ്യമാണ്. ഇങ്ങനെ സ്നേഹിക്കാൻ അറിയുന്ന കുറെ ആൾക്കാരുടെ ഇടയിൽ ജനിക്കാൻ ഒരു അവസരം കിട്ടിയ നമ്മുടെ മോനും ഭാഗ്യം ചെയ്ത ഒരാളായിരിക്കും. ഏകദേശം 7 കൊല്ലം മുന്നേ ആംസ്റ്റർഡാമിലോട്ട് വരുമ്പോൾ ഇവിടെയുള്ള ഒരാളെ പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ആരെങ്കിലും ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ അന്ന് അമ്മുച്ചേച്ചിക്ക് അയച്ചൊരു മെസ്സേജിലാണ് ഇവിടെ കാണുന്ന ഈ ഫ്രണ്ട്സിന് അല്ല ഫാമിലിനെ തന്നെ എനിക്ക് കിട്ടിയത്. ചിലപ്പോൾ ആരും കാണാത്ത എൻ്റെ പല വൃത്തികെട്ട സ്വഭാവങ്ങളും മുഖങ്ങളും ഒക്കെ ഇവിടെയുള്ള പല ആൾക്കാരും പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കാം. ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായ ഡിസപ്പോയിന്റ്മെന്റ്സിലും ഫെയിലിയറിലും താഴ്ചയിലും ഒക്കെ ഇവർ ഓരോരുത്തരും എനിക്ക് തന്ന സപ്പോർട്ട് തന്നെയാണ് ഇന്ന് എൻ്റെ മുഖത്ത് കാണുന്ന ഈ ചിരി. നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരുടേന്നും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. ഇവിടെ വന്ന് ഇവരുടേന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ആൾക്കാരെ മനസ്സിലാക്കുക, അംഗീകരിക്കുക, സ്നേഹിക്കുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്, അവരെ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെയുള്ള ഓരോരുത്തരും ജീവിതത്തിൽ ഒരുപാട് സമയം മാറ്റിവെച്ച് ഈ ഒരു പരിപാടി ഇന്നിവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ എത്ര എഫേർട്ട് ഓരോരുത്തരും ഇട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതൊരു സർപ്രൈസ് പരിപാടി ആവുകൊണ്ട് തന്നെ ഈ കാണുന്ന ഹാള് മുതൽ ഭക്ഷണം, ഗിഫ്റ്റ്, കേക്ക്, എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ പ്ലാൻ ചെയ്തതാണ്. എനിക്കിതിൽ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമൊന്നും നമ്മുടെ ഇടയിലില്ല. എന്നാലും അല്ലെങ്കിൽ വേണ്ട, ബോറായി പോവും. സാധാരണ ഇവിടെ ബേബി ഷവറിന്റെ കലാശക്കൊട്ടില് നമ്മൾ കുഞ്ഞിന് തീരുമാനിച്ച പേരും കൂടെ അനൗൺസ് ചെയ്യാറുണ്ട്. ആ ചടങ്ങും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പരിപാടി തീർന്നു. തൽക്കാലം ആ പേര് നമ്മുടെ ഇടയിൽ നിൽക്കട്ടെ, സമയമാകുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കാം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു മിനിമം ക്ലീനിങ്ങും കൂടെ നമുക്കിവിടെ ചെയ്യാം. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ദിവസം ഇവിടെ തീർന്നു.